നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്, ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ആവശ്യമാണ്. ഈ ഒരു വീഡിയോയിൽ ഏതാനും നിഫ്റ്റി 50-ലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി എടുത്ത് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീക്ക്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ വീക്ക്ലി ചാർട്ട് 2020 തൊട്ട് 2025 വരെയുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് 1, 2, 3, 4, 5, 6, 7th ടൈം ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 2021, 2022 കാലയളവിലും. അത് ഏകദേശം 150 റീജിയൻ ആയിരുന്നു. ഇപ്പോൾ കറൻറ്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന എത്രയാണ് 154. അപ്പോൾ അതൊരു നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 180 എന്ന റീജിയൻ ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ. അപ്പം ഈ ഒരു 154 നിന്ന് 180 വരെയുള്ള ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഷോർട്ട് ടൈമിൽ 20% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു വർഷത്തിനുള്ളിലാണെങ്കിലും ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 20% റിട്ടേൺ കിട്ടും. ഇൻ കേസ് ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ആവറേജിങ്ങൾ നടത്താം. അപ്പോൾ ലോങ് ടൈമിലാണെങ്കിലും ഇതൊരു 20% ഡിപ്പാണ്. ഇവിടെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്റ്റോക്കിൻ്റെ പേരാണ് ടാറ്റ സ്റ്റീൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ്, ഇതും നിഫ്റ്റി 50-ലെ സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ 2016 തൊട്ട് 2024 വരെയുള്ള വലിയൊരു ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, വളരെ വലിയ ടൈം ഫ്രെയിമിൽ. അപ്പോൾ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. അപ്പം 6ാമത്തെ തവണ ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയും ഇപ്പോൾ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു റീജിയന് ഒരു 8000 എന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ അവിടെ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത റീജിയനാണ്. അത് കറൻറ്റ്ലി സ്റ്റോക്ക് 6735 ട്രേഡ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ടൈമിലാണെങ്കിലും അവിടെ നിന്ന് ഓൾ ടൈം ഹൈയിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20% ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റിട്ടേൺ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു സ്റ്റോക്ക് ആണെങ്കിലും നമുക്ക് ലോങ് ടൈമിലേക്കാണെങ്കിൽ 20% ഡിപ്പാണ്. നമുക്ക് കുറേശ്ശെ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര് എന്താണ്? ബജാജ് ഫിനാൻസ്. എല്ലാവർക്കും പരിചയമുള്ള 2 സ്റ്റോക്കുകളാണ്. തീർച്ചയായിട്ടും ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. കൂടുതലായിട്ട് പ്രീമിയം സ്ട്രാറ്റജീസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ വന്ന് ജോയിൻ ചെയ്ത് പ്രീമിയം സ്ട്രാറ്റജീസ് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഡെലിവറിയിലൊക്കെ സ്റ്റോക്കുകൾ ഡെലിവറി എടുക്കുന്നതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോംസാണ് ഏഞ്ചൽ വൺ, അപ്പ് സ്റ്റോക്സ്. അപ്പോൾ അവരുടെയൊക്കെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.